തീമൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ലെവൽ അടാറ് സാധനം. മലയാളത്തിൽ ഇത്രയും കഴിവുള്ളത് KGF കളത്തി വെട്ടയല്ലേ. പക്ഷെ ഡയറക്ടറിന് സമ്മതിക്കണം. പിന്നെ പുള്ളിയായിരുന്നു നല്ല പടമാണ്. പക്ഷെ ഞാനിത് ഇങ്ങോട്ട് ഉണ്ണിമോൻ തന്നെ ഞാനൊരു ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. കട്ട ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ കൊള്ളാം, അടാറ് വയലൻസ്. ഒരു തേങ്ങ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും. നിങ്ങളെ കൊണ്ട് ഒരു കാണിക്കാൻ പറ്റുമോ? പറ്റൂല. കാണിക്കാൻ പറ്റാത്തത് പറയരുത്, കാണാൻ പറ്റാത്തത് പറയരുത്. ഒരു മലയാളം ആക്ടർ ഇത്രത്തോളം ഒരു സ്വാഗ് ഉള്ള ആക്ടർ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി അയാളെ ഫുൾ പൊട്ടൻഷ്യൽ ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. ഒരു KGF എടുത്ത് വെച്ചേക്കണം മലയാളത്തില്. അതാണ് സംഭവം. മൊത്തം വയലൻസ്, കണ്ണ് അടച്ച പടം കാണാൻ പറ്റുള്ളൂ. മൊത്തം ചോരക്കളി, വെടിവെപ്പും വെട്ടുകുത്തും മാത്രം. പക്ഷെ പടം വന്ന് തിയേറ്ററിൽ കണ്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണ പടം. തിയേറ്ററിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ബാഡായിട്ട് ഫീൽ ചെയ്യും. വയലൻസ് കൊണ്ടൊരു ആറായിട്ടാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ എനിക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടിപ്പോയി. ചില വയലൻസ് കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല, ഇത്രത്തോളം താങ്ങാൻ പറ്റുന്നില്ല. ഈ സിനിമ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ഈ സിനിമ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ്, ഒരു ആക്ഷൻ റിലേറ്റഡ് മൂവിയാണ്, ഇതൊരു സ്റ്റോറി റിലേറ്റഡ് മൂവി അല്ല. അപ്പൊ ആ മെന്റാലിറ്റിയുള്ള ആൾക്കാർ ഈ സിനിമ ഉണ്ടാക്കിയ കാര്യമുള്ളൂ. പിന്നെ 18 വയസ്സുള്ള താഴെയുള്ള ആൾക്കാർ ഈ സിനിമ കാണാതിരിക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയെ കാണിക്കുന്നത്. എത്ര പേരെ കൊല്ലുന്ന അവർക്ക് തന്നെ കണക്കുണ്ടോന്ന് അറിയുള്ളൂ. കാരണം കാണുന്നവരൊക്കെ കൊല്ലുവാണ്. എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ഉണ്ണിമുന്തന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിം തന്നെയാണ്. പൈസ വെറുത്ത സിനിമ, കിട്ടില്ല സിനിമ കില്ലെന്നും ഒന്നും അല്ല. ഇവര് ട്രെയിലർ തരാത്തതിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ട്രെയിലർ തരാത്ത സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. കിട്ടില്ല സിനിമ ഈ ക്രിസ്മസ് മാർക്കോ കൊണ്ട് ഉറപ്പ്. ജഗദീഷ് പുള്ളി ആക്ച്വലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞത്രയ്ക്കുള്ള ഒരു സാധനം പുള്ളിക്കിനകത്ത് ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യം പുള്ളി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം. തിയേറ്ററിൽ വന്നേനെ ഈ പടം കാണണം, എന്നാലേ അതിന്റെ ഇത് കാണുള്ളൂ. ഉണ്ണിമൂന്നനാണെന്ന് പറയൂല, അത് കയറി കണ്ടാൽ തന്നെ അറിയുള്ളൂ. മാർക്കോസ് അമേസിംഗ്. പിന്നെ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ BGMN ഫൈറ്റ്. ഓ മൈ ഗോഡ്, സൂപ്പർ ആയിരുന്നു കേട്ടോ. BGMN ഫൈറ്റ് ഫ്രം ദ വെരി ബിഗിനിങ് ടു ദ എൻഡ് അങ്ങനെ തന്നെയായിരുന്നു. ആക്ഷൻ ഓറിയന്റഡ് ടെറിഫിക്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് വയലൻസ് കൂടുതലായതുകൊണ്ട് ലേഡീസ് ഓഡിയൻസിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഡൈജസ്റ്റ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ പല സീൻസ് അതിനകത്തുണ്ട്. ലൈക് യു ഹാവ് ടു മസ്റ്റ് വാച്ച് ആണ്. ഓഫ് കോഴ്സ് ഉണ്ണിമൂന്ത അല്ല, വേറെ ആരും അഭിനയിച്ച പോലെ ഇരിക്കുന്നത്. ഉണ്ണിമൂന്ത മോഹം മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ണിമൂന്തനാണ് ശരിക്കും അഭിനയിച്ചിരുന്നത്. പടം അങ്ങോട്ടൊരു അങ്ങ് പോകും. ചോര തെറിക്കണ കാണണം. ജഗദീഷിന് നല്ല സൂപ്പറായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. രവി ബസുവിന്റെ BG നല്ല സൂപ്പറായിട്ട് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ഏറ്റവും വലിയ പ്രൂട്ട്. ചില സീനൊക്കെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞാൽ കണ്ടോണ്ടിരിക്കും. അത്ര അടിപൊളി. ഫൈറ്റ് സീൻസ് ആണ്. ചില സീൻസ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റൂല. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു കില്ലൊന്നും വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ല അത്. ഈ സിനിമ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീൻ ഞാൻ കണ്ടാലും. അത് കില്ലും ഇതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി ഫൈറ്റ് സീൻസ് ആണ്. ചില സീൻസൊക്കെ കാണാൻ നമുക്ക് തന്നെ ഇതായി പോകും. നല്ല സിനിമയാണ്. പ്രതീക്ഷ ഹൈപ്പ് തന്നെ ഈ സിനിമയ്ക്കുള്ളത്. ആരും മോശം പറയും എന്തായാലും. അത്ര സൂപ്പർ സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറ്റവും വയലന്റ് പടം അത്രേ പറയുള്ളൂ. കിടിലം സ്വാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് സ്വാഗ്. ഹോളിവുഡിൽ ആർക്കും സ്വാഗ് ഒരു രക്ഷയില്ല. പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഉണ്ണിമൂന്ന വന്ന് തിമിർത്തിട്ട് പോയി. ആ രീതിയിലുള്ള പടം, ലെവല് പടം. ലൈക് മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ലെന്ന് വേണം പറയാം. KGF-നെ വെട്ടിക്കും മലയാളം ഇൻഡസ്ട്രിയിൽ. കിടിലടക്കില്ല. സൂപ്പറാണ് വെച്ചാൽ കില്ലിന്റെ അപ്പുറത്തേക്ക് അപ്പൻ ആലല്ലോടാ. സൂപ്പറാണ്. BP ഒക്കെ കുറയും സെക്കൻഡ് ഹാഫില്. ഫസ്റ്റ് ഹാഫ് നല്ല മാസ് കയറി എല്ലാവർക്കും കാണാൻ പറ്റും അത്യാവശ്യം. ആ സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ പിന്നെ ഫുള്ള് ബ്ലഡ് ഇല്ല. ഒരു വെള്ളം കൊണ്ടുവരണേ BP മരിച്ചു. ഒരു പക്ക വയലൻസ് പടം തന്നെയാണ്. കൊള്ളാം, അടിപൊളിയാണ്. ഉണ്ണിമൂന്ത കാണിച്ച വയലൻസ് വരൂലേ, അടിപൊളി. സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു രക്ഷയില്ലാതെ അറിയാൻ ഭയങ്കര വയലൻസ് ആയിട്ടാ. മാർക്കോ KGF ലെവൽ ഒട്ടും വരില്ല, അതാണ് പ്രതീക്ഷിച്ചത്. ഇത് വേറെ അനിമലൊന്നും വരില്ല. എന്നാലും ഇവിടെ മലയാളത്തിൽ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു പടം കൊള്ളാം. എന്നാലും ജോൺ വിക്ക് ഓഫ് മലയാള സിനിമ എന്ന് തന്നെ പറയണം. ജോൺ വിക്ക് ഓഫ് മലയാള സിനിമ അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. മാസീവ് സാധനം എന്ന് വെച്ചാൽ ഇത്രയും വയലൻസ് വേറൊരു മലയാളം മൂവി അല്ല. ഈവൻ ജോൺ വിക്കിൽ പോലും ഇത്രയും വരുന്നില്ല എന്നുള്ള തോന്നണം. അത്ര സാറിനറിയോ അവരെന്ത് ശത്രുക്കളാണെന്ന് അറിയോ?
അതാണ് എന്റെ തികച്ചും ശത്രുക്കൾ. സാറിന് അറിയോ അവരെന്റെ ശത്രുക്കളാണ്? അറിയില്ല. ഉണ്ണിമോഹൻ അറിയാം. ഉണ്ണിമോഹൻ എന്നുള്ള ഫാൻസായി എനിക്കറിയാം. ഉണ്ണിമോഹൻ അടിപൊളിയാണെന്ന്, മുത്താണെന്ന്, വേറെ ലെവലാണെന്ന്. മാർക്കോ 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 ഉണ്ണിയേട്ടന്റെ കാര്യത്തിന് ഉണ്ണിയേട്ടന് അയ്യപ്പൻ മാത്രമല്ല, തനി ഡോണാണ്. തനി ഡോൺ, അസുരനൻ, അസുരൻ, തനി അസുരനാണ് കാര്യത്തിൽ എല്ലാവരും. പക്ഷെ അണ്ണന്റെ ഫാൻസാർ ഇല്ലെങ്കിലും പക്ഷെ അണ്ണൻ കണ്ടോണ്ടിരുന്നവരെ തിയേറ്ററിനകത്ത് ഭയങ്കര അത് ഗംഭീരമായിട്ട് കൈയടിപ്പിച്ചു. ഓരോ പക്ക ആക്ഷൻ സീനൊക്കെ, ആക്ഷനൊക്കെ പൊളി.